മാധ്യമമാണ് റേഡിയോ. എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു മാധ്യമമാണ് റേഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ റേഡിയോയുടെ സാങ്കേതികത്വം വളർന്നു വരുന്ന ഇന്നത്തെ കാലത്ത് അമച്വർ റേഡിയോയെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ് ഇന്നത്തെ ഇടവേള. ലോക അമച്വർ റേഡിയോ ദിനത്തോടനുബന്ധിച്ച് റേഡിയോ മീഡിയ വില്ലേജ് ചങ്ങനാശ്ശേരി അമച്വർ റേഡിയോ സൊസൈറ്റിയുടെ സഹകരണത്തോടെ പ്രക്ഷേപണം ചെയ്യുന്ന ഈ പ്രത്യേക ഇടവേള തത്സമയ ഫോണിംഗ് പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരിക്കൽ കൂടി ഇന്ന് ഈ പരിപാടിയിൽ നമ്മളോടൊപ്പം ചങ്ങനാശ്ശേരി അമച്വർ റേഡിയോ സൊസൈറ്റിയുടെ സെക്രട്ടറി ശ്രീ അലക്സ് കുഞ്ചറിയ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം ശ്രീ യു ജയൻ, അദ്ദേഹം ചേർത്തല SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പലാണ്. കൂടാതെ അമച്വർ റേഡിയോയുമായി സഹകരിക്കുന്ന നിരവധി പേർ ഇന്ന് ഈ ഫോണിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് എന്താണ് അമച്വർ റേഡിയോ എന്നും ഈ അമച്വർ റേഡിയോ ദിനത്തിന്റെ പ്രത്യേകത എന്താണെന്നും ഒക്കെ ഈ ഇടവേളയിലൂടെ മനസ്സിലാക്കാം. ഒപ്പം പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഈ പരിപാടിയിലേക്ക് വിളിക്കുകയും ചെയ്യാം. വിളിക്കേണ്ട നമ്പർ 048127204040. ഇപ്പോൾ നമ്മോടൊപ്പമുള്ള വിശിഷ്ട അതിഥികളെ നമുക്ക് സ്വാഗതം ചെയ്യാം റേഡിയോ മീഡിയ വില്ലേജിന്റെ ഈ ഇടവേളയിലേക്ക്. നമസ്കാരം സാർ. നമസ്കാരം. ആദ്യമായിട്ട് ഞാൻ ശ്രീ യു ജയൻ, അദ്ദേഹം ചേർത്തല SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രിൻസിപ്പലാണ്. സാറിന്റെ ഇടവേളയിലേക്ക് സ്വാഗതം. സാർ, എന്താണ് അമച്വർ റേഡിയോ എന്ന് പറയുന്നത്? അമച്വർ റേഡിയോ അഥവാ ഹാം റേഡിയോ എന്ന് പറയുന്നത് ഒരു വിനോദമാണ്. വിനോദമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്നതും മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യാത്ത എന്ത് പ്രവൃത്തിയും നമ്മൾ വിനോദം എന്ന് പറയുന്നു. നമുക്കപ്പോൾ അറിയാവുന്ന പല വിനോദങ്ങളുണ്ട്. സ്റ്റാമ്പ് കളക്ഷൻ, കോയിൻ കളക്ഷൻ, പെൻ ഫ്രണ്ട്സ്, തൂലികാ സൗഹൃദം. അപ്പോൾ തൂലികാ സൗഹൃദവുമായിട്ട് വളരെയധികം ബന്ധമുള്ള ഏതാണ്ട് അതുപോലുള്ള ഒരു ഹോബിയാണ് ഹാം റേഡിയോ. തൂലികാ സൗഹൃദത്തിൽ നമ്മൾ കൂടുതൽ എഴുതുന്നു, പക്ഷേ ആൾക്കാരെ നമുക്ക് പരിചയമില്ല. ഹാം റേഡിയോയും അതുപോലെ തന്നെയാണ്. ഇവിടെ എഴുതുന്നതിന് പകരം നമ്മൾ കൂടുതൽ സംസാരിക്കുന്നു, നമ്മൾ ആൾക്കാരെ കാണുന്നില്ല. ഇതിനെ കിങ് ഓഫ് ഹോബീസ് ഓഫ് കിങ്സ് എന്നും പറയാറുണ്ട്. കാരണം കിങ് ഹുസൈൻ ഓഫ് ജോർദൻ ഒരു ഹാം റേഡിയോ ഓപ്പറേറ്ററാണ്. ഹാം റേഡിയോയിൽ വിനോദത്തിൽ ഏർപ്പെടുന്ന എല്ലാവരെയും നമ്മൾ ഹാം എന്ന് വിളിക്കുന്നു. മറ്റു വിനോദത്തിൽ നിന്നും ഇതിന് വ്യത്യാസമുള്ളതെന്ന് പറഞ്ഞാൽ മറ്റു വിനോദത്തിന് നമുക്ക് ഒരു ലൈസൻസിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഒരു ഹാം ആണെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് അതിനുവേണ്ടി ലൈസൻസ് തരണം. അതിനുവേണ്ടി നമ്മളൊരു ചെറിയ പരീക്ഷ എഴുതണം. പരീക്ഷ എന്ന് പറയുമ്പോൾ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് ഒരു പേടി തോന്നും. പക്ഷേ ഇത് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു പരീക്ഷ എഴുതാൻ വേണ്ടി ഇതിനൊരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് കേവലം 12 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഹാം ആകണമെന്നുള്ള ഒരു താല്പര്യമുള്ളവർക്ക് ഈ പരീക്ഷ എഴുതാവുന്നതാണ്. നിസ്സാരമായിട്ടുള്ള പരീക്ഷ പാസ്സായി കഴിയുമ്പോൾ നമുക്ക് ഇതിനുള്ള ലൈസൻസ് കിട്ടും. അപ്പോൾ ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ധാരാളം ഫ്രണ്ട്സിനെ ഉണ്ടാക്കാം. അതാണ് ഇതിൻ്റെ ഏറ്റവും വൺ ലാംഗ്വേജ് യൂണിവേഴ്സൽ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുക എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ലക്ഷ്യം. പിന്നെ വിദ്യാർത്ഥികൾക്കായാലും കൊള്ളാം, നമുക്ക് നമ്മുടെ മുറിയിലിരുന്ന് സാധാരണ ഒരു റേഡിയോ ട്യൂൺ ചെയ്യുന്ന പോലെ ഒരു ഹാം റേഡിയോ ഉണ്ട്. അതിൽ ട്യൂൺ ചെയ്യുമ്പോൾ ഹാം ബാൻഡിലെത്തും. അവിടെ ഇരുന്ന് നമുക്ക് നമ്മുടെ മുറിയിലിരുന്ന് തന്നെ ലോകം ഉള്ള അമേരിക്കയായാലും കൊള്ളാം, ഇംഗ്ലണ്ട്, ആലപ്പി, എറണാകുളം, കൊയിലോൺ, അങ്ങനെയുള്ള എവിടെയുള്ള ഹാംസുമായിട്ടും നമുക്ക് സംസാരിക്കാം. അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകും. എവിടെ പോയാലും നമുക്ക് കൂട്ടുകാരുണ്ടായിരിക്കും. അതാണ് ഈ ഹോബിയുടെ ഏറ്റവും പ്രത്യേകത. സർ, നമ്മൾ ഈ മനു അങ്കിൾ എന്നുള്ള സിനിമയിൽ അതില് ആ കുട്ടികൾ ഉപയോഗിക്കുന്ന ഒരു വാക്കി ടോക്കി പോലത്തെ ഒരു എക്യുപ്മെന്റ് ഓർമ്മയിൽ വരികയാണ്. ശരിക്കും ഈ ഹാം എന്ന് പറയുന്നത് അതുപോലത്തെ ഒരു എക്യുപ്മെന്റ് ആണ്? എങ്ങനെയാണ് എക്യുപ്മെന്റ് നമ്മൾ ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തുവാണെങ്കിൽ എങ്ങനെ പരിചയപ്പെടുത്തി കൊടുത്തു? തീർച്ചയായിട്ടും അത് ഹാൻഡി എന്ന് പറയും. അതിൽ കയ്യിൽ കൊണ്ട് നടക്കാവുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഹാൻഡി. പോലീസുകാരുടെ ഉപയോഗിക്കുന്ന വയർലെസ് സെറ്റ് പോലെ അതും ഹാംസിനും സെയിം സെറ്റ്. അപ്പോൾ ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, വയർലെസ് സെറ്റ് പോലീസിനും അങ്ങനെയുള്ള കൂടിയ ഒഫീഷ്യൽസിനൊക്കെ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ വെറും സാധാരണക്കാർക്ക് പോലും ഇതുപോലുള്ള സെറ്റുകൾ കൊണ്ട് നടക്കുന്ന സിനിമയിൽ യഥാർത്ഥത്തിൽ കാണിച്ചിരിക്കുന്നത് ഞങ്ങൾ അതല്ലാതെ തന്നെ ഞങ്ങളുടെ വീടുകളിൽ തന്നെ ചെറിയ ഒരു റേഡിയോ നിലയം തന്നെയാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്നും ട്രാൻസ്മിറ്റും. പിന്നെ ഇതിൽ ഉള്ളവരെല്ലാം ഒരേ തുല്യതയാണ്. ഇവിടെ കൂടിയ ആളെന്നോ കുറഞ്ഞ ആളെന്നോ പണക്കാരെന്നോ അങ്ങനൊന്നുമില്ല. ഈ ഹാം ബാൻഡിൽ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ എല്ലാവരും, എത്ര പ്രായമുള്ളവരാണേലും എത്ര ചെറുപ്പക്കാരാണേലും ഞങ്ങൾ പേര് വെച്ച് വിളിക്കത്തുള്ളൂ. എത്ര മൂത്തവരായിരിക്കും, ചിലപ്പോൾ അവരും ഞങ്ങളെക്കാളിലൊക്കെ വലിയ വലിയ പൊസിഷനിലായിരിക്കും. പക്ഷേ ഇതിൻ്റെ അകത്ത് ഫ്രണ്ട്ഷിപ്പാണ്. ഫ്രണ്ട്ഷിപ്പിൽ അങ്ങനെയുള്ള വ്യത്യാസമില്ല. നമ്മൾ എത്ര വലിയ ആൾ, നമ്മളിപ്പോൾ ടെക്നോ പാർക്കിലെ CEO ഗിരീഷ്, ഇപ്പോൾ
ഹാംസിനെ നമ്മൾ ഓൾഡ് മാൻ എന്നേ വിളിക്കത്തുള്ളൂ. പക്ഷേ അദ്ദേഹം ഈ ഇതിൽ വന്നുകൊണ്ട് നമ്മുടെ ഒരു ഫ്രണ്ടാണ്. നമ്മൾ അദ്ദേഹം വലിയൊരു ഉദ്യോഗസ്ഥനാണ്. പക്ഷെ നമ്മൾ നമ്മൾ ആരായാലും പേരെ വിളിക്കത്തുള്ളൂ. അതാണ് ഇതിന്റെ ഒരു നിയമം. ഈ ഹാം കമ്മ്യൂണിറ്റിയിൽ എത്രത്തോളം അംഗങ്ങൾ ഉണ്ടാവും ഇങ്ങനെ? ഇപ്പം നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഒരു 100-400 പേരോളം ഉണ്ട്. ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവയർനെസ് തീരെ കുറവാണ്. അപ്പോൾ പുതിയ ആൾക്കാർക്ക് ഇതിലേക്ക് വരണമെങ്കിൽ ഇങ്ങനെയുള്ള റേഡിയോ മീഡിയ ഇന്ന് ഇങ്ങനെ നടത്തുന്ന ഒരു പ്രക്ഷേപണത്തോടുകൂടി ഒത്തിരി പേർക്ക് ഇതിനെ പറ്റിയുള്ള ഒരു അറിവ് കിട്ടും. അവയർനെസ് കുറവായതുകൊണ്ടാണ് ഈ പ്രശ്നമുള്ളത്. ഇതിന് ലൈസൻസ് ഒക്കെ വേണമെന്നുള്ളത് കൊണ്ട് ഇതിന് നൂലാമാലകളും കുരുക്കുകളൊക്കെ ഇല്ലേ? അപ്പൊ അതൊക്കെ ഒരു പരിധി വരെ ആൾക്കാരെ ഇതിൽ നിന്ന് മാറ്റി നിർത്തുന്നില്ലേ? അപ്പം ജെന്യുവൻ ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രമേ ഇതിലോട്ട് വരത്തുള്ളൂ. ഇതൊരു തമാശയ്ക്ക് വേണ്ടി ഒരു സിം കാർഡ് മേടിക്കുന്ന പരിപാടിയില്ല. അപ്പോൾ ഈ ലൈസൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഫിൽറ്റർ ചെയ്ത് എന്താണ് ഹാം റേഡിയോയുടെ ലക്ഷ്യം മനസ്സിലാക്കിയിട്ടുള്ളവരെ ഇതിൽ വരത്തുള്ളൂ. സംസാരിക്കുമ്പോൾ ഒരാൾക്ക് മാത്രമേ സംസാരിക്കൂ, പക്ഷെ കേൾക്കുമ്പോൾ ഒരുപാട് പേർക്ക് കേൾക്കാം. ഇതിലൊരു സീക്രസി ഇല്ല. ഓപ്പൺ ആണ് ഞങ്ങളുടെ ബാൻഡ്, ആർക്ക് വേണേലും കേൾക്കാം. പക്ഷെ സംസാരിക്കുന്നത് ലൈസൻസ്ഡ് ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലോക അമച്വർ റേഡിയോ ദിനത്തോടനുബന്ധിച്ച് റേഡിയോ മീഡിയ വില്ലേജ് ചങ്ങനാശ്ശേരി അമച്വർ റേഡിയോ സൊസൈറ്റിയുടെ സഹകരണത്തോടെ പ്രക്ഷേപണം ചെയ്യുന്ന പ്രത്യേക ഇടവേള തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. ചേരുകയാണ്. അദ്ദേഹം ചങ്ങനാശ്ശേരി അമച്വർ റേഡിയോ സൊസൈറ്റിയുടെ സെക്രട്ടറിയാണ്. സർ, എന്താണ് ചങ്ങനാശ്ശേരി കേന്ദ്രീകരിച്ച് അമച്വർ റേഡിയോ സൊസൈറ്റി രൂപീകരിക്കാനുള്ള സാഹചര്യം? ചങ്ങനാശ്ശേരി അമച്വർ റേഡിയോ സൊസൈറ്റി ആരംഭിക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, ഈ ചങ്ങനാശ്ശേരിയുടെയും പരിസര പ്രദേശങ്ങളിലുമുള്ള കുറേ ഹാംസ് ഇതുപോലെ ലൈസൻസ് ഉള്ളവർ വളരെ നാളുകളായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഇത്തരം ഒരു കമ്മ്യൂണിറ്റി ഇവിടെ രൂപീകരിക്കണമെന്നും അതുവഴി പൊതുജനങ്ങൾക്ക് സേവനം ചെയ്യുക, അതുപോലെയുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, അങ്ങനെ ഞങ്ങൾ ഏകദേശം 1 വർഷം മുൻപ് ഈ ഹാം റേഡിയോ സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യും. അതിൽ ഇപ്പോൾ ഏകദേശം 50 അംഗങ്ങളോളം ഉണ്ട്. വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചു വരുന്നു. പക്ഷേ കൂടുതൽ ഈ മേഖലകളിലേക്ക് ഇവരെ അവയർനെസ് കുറവായതുകൊണ്ട് ഒരുപാട് ആൾക്കാർ താല്പര്യമുണ്ടെങ്കിലും ഇതെങ്ങനെ സമീപിക്കണം, ഇതെങ്ങനെ ഒരു ഹാമായി തീരാം എന്നുള്ളത് അറിയുന്നില്ല എന്നുള്ളത് ഞങ്ങൾ കുറച്ച് പേര് മനസ്സിലാക്കിയതിൻ്റെ വെളിച്ചത്തിൽ ചങ്ങനാശ്ശേരിയിൽ അതിൻ്റെ ഒരു പ്രവർത്തനം ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും ഇത് ഒരു അവയർനെസ് സാഹചര്യങ്ങളില്ലായിരുന്നത് മൂലം ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ അനുഭവിച്ചിരുന്നു. ഇപ്പോൾ അത് ഞങ്ങൾ കൂടുതലായിട്ട് അതിൽ താല്പര്യപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ റേഡിയോ മീഡിയ വില്ലേജിൻ്റെ കൂടെ സഹകരണത്തോടെ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. പൊതുജന സേവനം, അതുപോലെ തന്നെ സിവിൽ അതോറിറ്റീസിനോട് ചേർന്നുകൊണ്ട് ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സേവനങ്ങൾ, അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. വളരെയധികം മേഖലകളുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പിന്നാലെ പറയാം. അതാണ് പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ലോക അമച്വർ റേഡിയോ ദിനത്തോടനുബന്ധിച്ച് റേഡിയോ മീഡിയ വില്ലേജ് പ്രക്ഷേപണം ചെയ്യുന്ന ഈ പ്രത്യേക ഇടവേള തത്സമയ ഫോണിംഗ് പ്രോഗ്രാം തുടരും. റേഡിയോ ദിനത്തോടനുബന്ധിച്ച് റേഡിയോ മീഡിയ വില്ലേജ് അണിയിച്ചൊരുക്കുന്ന ഈ പ്രത്യേക ഇടവേള തത്സമയ ഫോണിംഗ് പരിപാടിയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ലോക അമച്വർ റേഡിയോ ദിനത്തോടനുബന്ധിച്ച് ഇന്ന് സ്റ്റുഡിയോയിൽ നമ്മോടൊപ്പം ശ്രീ അലക്സ് കുഞ്ചറിയ, ശ്രീ JNU എന്നിവർ പങ്കുചേരുകയാണ്. സർ, നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ ഹാം എന്ന് പറയുന്നത് ഒരു വലിയ കമ്മ്യൂണിറ്റിയാണ്. ഇതിലെ ഈ കമ്മ്യൂണിറ്റിയിലെ അംഗങ്ങളുമായിട്ട് നമുക്കിപ്പോൾ ആരുമായിട്ടെങ്കിലും സംസാരിക്കാൻ ഒരു സാധ്യതയുണ്ടോ? എന്ത് തോന്നുന്നു? ഹാം ഒരു വലിയ കമ്മ്യൂണിറ്റിയാണ്. വലിയ പോസ്റ്റിലിരിക്കുന്നവരും സാധാരണക്കാരും ഉള്ള ഒരു കമ്മ്യൂണിറ്റി. നമുക്കിപ്പോൾ നമ്മുടെ ടെക്നോ പാർക്കിന്റെ CEO, ആ ഉന്നത പോസ്റ്റിലിരിക്കുന്ന ഗിരീഷ് കുമാർ, VU2 കിലോ ഗോൾഫ് KGB കിലോ ഗോൾഫ് ബ്രാവോ ആയിട്ട് സംസാരിച്ചോളാം. ഓക്കെ, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഹലോ സാർ. ഹലോ, എന്താ കോഡിന്റെ? VU2 KGB. ഞാൻ ഗിരീഷ് ബാബു ആണ്. എന്റെ കോൾ സൈൻ VU2 KGB, VU നമ്പർ 2 KGB എന്നാണ് എന്റെ കോൾ സൈൻ. ഗിരീഷ് ബാബു എന്നാണ് പേര്. വളരെ സന്തോഷം സാർ, നമ്മളുമായിട്ട് സംസാരിക്കാൻ തത്സമയം ഫോണിൽ ചേർന്നതിന്. ഈ ഹാം റേഡിയോ എന്ന് പറയുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷൻ ശൃംഖലയുമായി അങ്ങ് ചേരുവാനുണ്ടായ സാഹചര്യം എന്താണ്? എന്തൊക്കെയാണ് അങ്ങയുടെ അനുഭവങ്ങൾ? ചെറുപ്പം മുതൽ തന്നെ ഒരു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ ഈ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ, പ്രോജക്റ്റിൽ താല്പര്യം ഉണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഈ ടോയ് ട്രാൻസ്മിറ്റേഴ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് സയൻസ് ഫെയറിലൊക്കെ പങ്കെടുത്തു. അപ്പൊ അങ്ങനെ അതിനെപ്പറ്റി വായിച്ച് പഠിച്ചപ്പോഴാണ് അമേച്ചർ റേഡിയോനെ പറ്റിയിട്ട് കേട്ടത്. അതിന്റെ യഥാർത്ഥ നാമ അമേച്ചർ റേഡിയോ എന്നാണ്. ഹാം റേഡിയോ എന്ന് വളരെ പോപ്പുലർ ആയിട്ട് വിളിക്കുന്ന ഒരു സംഗതിയാണ്. 1979 എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഇതിനെ പറ്റി മോഴ്സ് കോഡെല്ലാം പഠിക്കാനും ലൈസൻസ് എടുക്കാനുള്ള ഒരു അവസരം വന്നത്. അപ്പോൾ 1979 മുതൽ ഈ ഒരു ഫീൽഡിൽ ആക്റ്റീവാണ്. നേരത്തെ എന്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ തന്നെ എല്ലാ തരത്തിൽപ്പെട്ട ആൾക്കാരും ഇതിനകത്ത് ജാതി മത അല്ലെങ്കിൽ എന്തെങ്കിലും രാഷ്ട്രീയ ഭേദമന്യുള്ള എല്ലാ തരത്തിൽപ്പെട്ട ആൾക്കാരും ഇറസ്പെക്റ്റീവ് ഓഫ് ദർ ക്വാളിഫിക്കേഷൻ ആൻഡ് പൊസിഷൻ എല്ലാവരും ഒരുപോലെ ചെയ്യും. പല പ്രാവശ്യവും നമ്മൾക്ക് ഇപ്പോ ശ്രീ രാജീവ് ഗാന്ധി VU2 RG ആയിട്ട് നേരിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്. അമിതാഭ് ബച്ചനായിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്. JY1 ജോർദാനിലെ രാജാവ്
ആയിട്ട് കിങ് ഹുസൈനുമായിട്ട് നേരിട്ട് സംസാരിക്കാൻ അവസരം പറ്റിയിരുന്നു. പക്ഷെ അങ്ങനെയെല്ലാം നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കൊരു ലെവൽ ഡിഫറൻസ് ഒന്നും തോന്നില്ല. വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ തന്നെ അസംബിൾ ചെയ്തെടുക്കുന്ന വയർലെസ് റിസീവറും ട്രാൻസ്മിറ്ററും ഉപയോഗിച്ചിട്ട് ലോകത്തുള്ള സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഏറ്റവും വലിയൊരു രസമായിട്ട് തോന്നിയിരിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഞാനിപ്പോ ഹൈ ടെക്നോളജി ഏരിയയിൽ ചെയ്യുന്നത് EME ചെയ്യുന്നുണ്ട്, എർത്ത് മൂൺ എർത്ത് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 17 dB ഫോർവേഡ് ഗെയിൻ ഉള്ള ഒരു ആന്റിന അറേ വെച്ചിട്ട് VHF സിഗ്നലുകൾ ചന്ദ്രന്റെ, അതായത് മൂണിന്റെ ഏതാണ്ട് 3.65 lakh കിലോമീറ്റേഴ്സ് ദൂരെയാണ് ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ മൂണിന്റെ പ്രതലത്തിൽ ഈ സിഗ്നൽ അടിച്ച് അതിൽ നിന്ന് പ്രതിഫലിച്ച് വരുന്ന റിഫ്ലക്റ്റഡ് സിഗ്നൽസിനെ ഈ ഭൂമിയുടെ മറ്റു വശത്തുള്ള, എന്റെ ആദ്യത്തെ കോണ്ടാക്ട് 2 വർഷം മുൻപായിരുന്നു, JT65B എന്നുള്ളൊരു മോഡല്. അപ്പൊ നെതർലാൻഡ്സിലും അമേരിക്കയിലുള്ള സുഹൃത്തുക്കൾ ഈ സിഗ്നൽസ് സ്വീകരിച്ചതിന് ശേഷം അവര് അങ്ങോട്ട് സെൻഡ് ചെയ്യുന്ന സിഗ്നൽസ് നമ്മൾ കൊച്ചിയിൽ ഇരുന്നിട്ട് റിസീവ് ചെയ്യുക. ഇത് സാധാരണ നടക്കുന്ന കാര്യങ്ങളല്ല, എന്നാൽ പോലും അത് ലോ നോയ്സ് കമ്മ്യൂണിക്കേഷന്റെ ടെക്നോളജി പ്രൂവ് ചെയ്യാനുള്ള ആ തരത്തിലുള്ള കാര്യങ്ങൾ ഒക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ട്, ഫോണിൽ കൂടെ സംസാരിക്കുന്ന AM-ലും FM-ലും സിംഗിൾ സൈഡ് ബാൻഡിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള CW, അതായത് മോഴ്സ് കോഡിലൂടെ വരെ സുഹൃത്തുക്കളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ലോകത്ത് എവിടെ നമ്മൾ പോകുന്ന സമയത്തും നമ്മൾക്ക് നമ്മുടെ സുഹൃത്തുക്കളെ നേരിട്ട് കണ്ടിട്ടില്ലാത്തവരെ ശബ്ദത്തിൽ കൂടെ മാത്രം തിരിച്ചറിഞ്ഞവരെ കാണാനും പരിചയപ്പെടാനും അവരുമായിട്ടുള്ള ടെക്നോളജി ഷെയർ ചെയ്യാനും കഴിയുമെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ത്രില്ലായിട്ട് എനിക്ക് തോന്നുന്നത്. VU2 KGB, this is VU2 Juliet Yankee United. Your signals are coming here fine and plus. ഞാനിവിടെ റേഡിയോ മീഡിയ വില്ലേജിന്റെ ഇവരുടെ ലൈവ് പ്രോഗ്രാം നടക്കുന്ന സ്റ്റുഡിയോയിൽ നിന്നാണ്. എന്തായാലും വളരെ സന്തോഷം ഡിയർ KGB. പിന്നെ നമ്മുടെ ഹാംസാറ്റിനെ പറ്റി കൂടി ഒന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. KGB JYU അമേച്ചർ റേഡിയോ ലൈസൻസ് ഉള്ള സുഹൃത്തുക്കൾ തന്നെ അവര് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത് രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കുന്ന ഒരുപാട് സാറ്റലൈറ്റുകളുണ്ട്. ഇത് ഓർബിറ്റിംഗ് സാറ്റലൈറ്റ് ആണ്, ഞങ്ങൾ ഓസ്കാറിനും സാധാരണ വിളിക്കും, ഓർബിറ്റിംഗ് സാറ്റലൈറ്റ് ക്യാരിയിങ് അമേച്ചർ റേഡിയോ. ഇത് VHF-ലും UHF-ലും, സാധാരണ ഡൗൺ ലിങ്ക് ഇങ്ങോട്ടുള്ളത് VHF-ലും അപ്പ് ലിങ്ക് UHF-ലും ആയിട്ടാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. ഇതൊരു വലിയൊരു ഫുട്ബോളിനേക്കാൾ വലുപ്പമൊന്നും ഇതിനകത്തില്ല. ഇത് ഒരു ലിയോ എന്ന് പറയും, ലോ എർത്ത് ഓർബിറ്റിംഗ് സാറ്റലൈറ്റ്സ് ആണ്, ഒരു ഇലക്ട്രിക്കൽ പാത്തിൽ പോകുന്നതാണ്. ഞങ്ങൾ സാധാരണ ഇത് ലോഞ്ച് ചെയ്യാൻ നമ്മൾക്ക് പൈസ ഇല്ലാത്തത് കൊണ്ട് ലോഞ്ച് വെഹിക്കിൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് പേലോഡ് സാൻഡ് ബാഗ് വെക്കുന്നതിന് പകരം ഈ ലോഞ്ച് ചെയ്യുന്ന ഏജൻസികളോട്, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ പോലുള്ള ഏജൻസികളോട് റിക്വസ്റ്റ് ചെയ്തിട്ട് ഞങ്ങളുടെ ഈ പാവപ്പെട്ട ഒരു സാറ്റലൈറ്റ് ഒന്ന് വിട്ടു തരുമെന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും അവരതിന് സമ്മതിക്കാറുണ്ട്. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ പ്രൊഫഷണൽ ബോഡികളായിട്ടുള്ള നാസ ഒക്കെ ലോഞ്ച് ചെയ്യുന്ന സാറ്റലൈറ്റിനേക്കാൾ കൂടുതൽ സമയം ഞങ്ങളുടെ സിമ്പിൾ ടെക്നോളജി എക്സലൻസ് കൊണ്ട് ഇത് അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നു. ഇപ്പൊ ഏതൊരു സമയത്ത് നോക്കിയാലും ഒരു 17-18 സാറ്റലൈറ്റ്സ് ലൈവായിട്ട് വെക്കാൻ നമുക്ക് സാധിക്കാറുണ്ട്. ഈ സാറ്റലൈറ്റ്സ് പല മോഡിൽ വർക്ക് ചെയ്യും. പാരറ്റ് മോഡിലുള്ള റിപ്പീറ്റേഴ്സ് ഉണ്ട്, അതല്ലെങ്കിൽ നമ്മളിപ്പോ ഇവിടുന്ന് പറയുന്ന സമയത്ത് തന്നെ ആ ഒരു ഫ്രീക്വൻസിയിൽ നമ്മൾ കേൾക്കുന്നത് അതവിടെ പിടിച്ചെടുത്തിട്ട് മാറ്റി വേറൊരു ഫ്രീക്വൻസിയിലായിട്ട് റിലേ ചെയ്യുക. അപ്പൊ ഒരു പറന്നു പോകുന്ന ഒരു റിപ്പീറ്റർ പോലെ ആക്ട് ചെയ്യുന്ന സാറ്റലൈറ്റ്സ് ഉണ്ട്. അപ്പൊ ഇത് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ലോഞ്ച് ചെയ്ത സാറ്റലൈറ്റ്സ് ഉള്ളത് കൊണ്ട് മറ്റു സർവീസസ് ഏതൊക്കെ ബ്രേക്ക് ആയി കഴിഞ്ഞാലും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു വേൾഡ് ഓവർ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പലപ്പോഴും പറ്റാറുണ്ട്. സാർ, അങ്ങ് ഈ കമ്മ്യൂണിറ്റിയിലെ ഒരു മെമ്പർ എന്നുള്ള നിലയ്ക്ക് അങ്ങ് ശരിക്കും സാറ്റിസ്ഫൈഡ് ആണോ, സന്തോഷവാനാണോ, എങ്ങനെ, ഹൗ യു ഫീൽ ഇറ്റ്? എല്ലാ തരത്തിലും, അതാണ് ഞാൻ പറഞ്ഞത്, 1979 മുതൽ ഉള്ള CW സിമ്പിൾ ട്രാൻസ്സീവർ തുടങ്ങിയിട്ട് ഇന്നിപ്പോ നമ്മൾ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആന്റന ഉണ്ടാക്കാനും എല്ലാ തരത്തിലും പങ്കെടുക്കാനും ഒരുവിധമുള്ള തിരക്കുള്ള ജോലിക്കിടയിലാണ് സമയമധികം കണ്ടെത്താൻ പറ്റില്ലെങ്കിൽ പോലും വീണ് കിട്ടുന്ന സമയത്തെല്ലാം, അല്ലെങ്കിൽ നമ്മൾ കാറിൽ സഞ്ചരിക്കുമ്പോഴെല്ലാം സുഹൃത്തുക്കളായിട്ട് ഇപ്പൊ ജെന്യോടെ ഉള്ളത് വളരെ സന്തോഷം. JKR വരുമെന്ന് ഞാൻ കേട്ടിരുന്നു. അപ്പൊ ഇതുപോലെയുള്ള സുഹൃത്തുക്കളെ നിങ്ങൾ പലപ്പോഴും കണ്ടുമുട്ടുന്നത് ഈ റേഡിയോ വീജുകൾ കൂടിയാണ്. അപ്പൊ സന്തോഷമുണ്ട്, അങ്ങേയറ്റം സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഈ ഒരു ഗ്ലോബൽ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവാൻ പറ്റുന്നതിൽ അഭിമാനമുണ്ട്. ഇതിനെ ഒരു ഹോബി എന്ന് വിളിക്കാൻ എനിക്ക് മടിയാണ്. ഞാൻ ഒരിക്കലും ഇതിനൊരു ഹോബി എന്ന് വിളിക്കാറില്ല. ഇത് സീരിയസ് ആയിട്ടുള്ള ഒരു സർവീസ് ആണ്, where you normally get trained in intercommunication and various disciplines of communication. അപ്പൊ ഇതിനെ ഹോബി എന്ന് മാത്രം വിളിക്കുന്നതിന് പറഞ്ഞ് ഇതിനെ തരം താഴ്ത്തരുത്. ഇത് തീർച്ചയായിട്ടും ഒരു സീരിയസ് ആയിട്ടുള്ള സർവീസ് ആണ് ഹ്യൂമാനിറ്റിക്ക്. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച് ഞങ്ങളോടൊപ്പം ചേർന്നതിന്. ടെക്നോ പാർക്കിൽ നിന്നും തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ നിന്നും ശ്രീ ഗിരീഷ് ബാബുവാണ് ഇപ്പോൾ തത്സമയം നമ്മോടൊപ്പം ചേർന്നത്. എനിക്ക് തോന്നുന്നു മമ്മൂട്ടി ഉൾപ്പെടെയുള്ള പല പ്രമുഖരും ഇനിയിപ്പോൾ നമ്മുടെ ഈ ഫോണിംഗ് പ്രോഗ്രാമിൽ ഇനി താമസമെന്നാ ചേരാൻ പോവുകയാണ്.
പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ലോക അമച്വർ റേഡിയോ ദിനത്തോടനുബന്ധിച്ച് അമച്വർ റേഡിയോയെക്കുറിച്ചും ഹാം റേഡിയോയെക്കുറിച്ചുമുള്ള ഈ പ്രത്യേക തത്സമയ ഫോണിംഗ് പ്രോഗ്രാമിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0481272040. ഈ സ്റ്റുഡിയോയിൽ അമച്വർ റേഡിയോയുടെ വിശദവിവരങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ ഭാരവാഹികൾ ഇപ്പോൾ സ്റ്റുഡിയോയിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0481272040. ഇന്ന് ലോക അമച്വർ റേഡിയോ ദിനം. സർ, ജയൻ സാറിനോട്, സാർ എങ്ങനെയാണ് ഈ അമച്വർ റേഡിയോ രംഗത്തോട്ട് കടന്നു വരാനുള്ള ഒരു സാഹചര്യം? ഞാൻ എൻ്റെ വളരെ കുട്ടിക്കാലത്ത് തന്നെ എനിക്ക് ഈ കാണാത്ത ആൾക്കാരോട്ട് സംസാരിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ക്രേസായിരുന്നു. അപ്പം നമ്മൾ പണ്ട് നൂലൊക്കെ കൊണ്ട് ടെലിഫോണൊക്കെ ഉണ്ടാക്കി സംസാരിക്കും. പിന്നെ എങ്ങനെയോ ഞാൻ ഈ ഹോബിയെ പറ്റി ഞാൻ മനസ്സിലാക്കി. എങ്ങനെയാണെന്ന് എനിക്കിപ്പോഴും അറിഞ്ഞൂടാ. അപ്പം നമ്മുടെ ആർക്ക് വേണമെങ്കിലും സാധാരണ റേഡിയോ എടുത്ത് 7 to 7.1 മെഗാഹെർട്സിൽ ട്യൂൺ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ റേഡിയോ കേൾക്കാം. അപ്പോൾ നമ്മുടെ റേഡിയോ ചാനൽസിൻ്റെ, നമ്മുടെ പല സ്റ്റേഷൻസിൻ്റെ ഇടയിൽ ഇങ്ങനെ ആൾക്കാർ സംസാരിക്കുന്നത് ഞാൻ മനസ്സിലാക്കി. ഞാൻ അതിങ്ങനെ കേട്ടോണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇവർ പറയുന്ന കുറേ കാര്യമൊക്കെ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു ഹാം വേറൊരു ഹാമിന് അവരുടെ ലീമ നമ്പർ കൊടുക്കുന്നതായിട്ട് കേട്ടു. അപ്പോൾ കേട്ടപ്പോൾ അതൊരു ഫോൺ നമ്പർ പോലെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഞാൻ പലയിടത്തും ഹാം ആണ്ട് എങ്ങനെയാണെന്ന്, ഞാൻ ആലപ്പുഴയിലാണ് എൻ്റെ വീട്, പക്ഷെ ചോദിച്ചിട്ടൊന്നും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഒരു അഡ്വക്കേറ്റ് സെബാസ്റ്റ്യനാണ് ലീമ നമ്പർ. ഞാൻ അദ്ദേഹത്തിന് ഉടനെ വിളിച്ചു. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, നിങ്ങളുടെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഹാം ഉണ്ടല്ലോ, ഒരു VU to HSM, ഒരു ഹരിഹര സുബ്രഹ്മണ്യം. അങ്ങനെ ഞാൻ ഉടനെ തന്നെ എൻ്റെ സൈക്കിളും എടുത്ത് മണിയുടെ വീട്ടിൽ ചെന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഹോബിയിലോട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ ഈ റേഡിയോയിൽ നിന്ന് തന്നെയാണ് ഞാൻ, എൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ഹാം ഉണ്ടായിട്ട് ഞാൻ അത് അറിഞ്ഞില്ല. അങ്ങനെ അവിടെ ചെല്ലുകയും അദ്ദേഹമാണ് എനിക്ക് ഇതിനുള്ള എല്ലാ ഗൈഡൻസ് തരികയും ഞാൻ പരീക്ഷ എഴുതി, നിസ്സാരമായിട്ടുള്ള പരീക്ഷ എഴുതി ഇതിലേക്ക് വരികയും ചെയ്തു. സാറിനെ സംബന്ധിച്ച് എങ്ങനെയായിരുന്നു സാർ, ശ്രീ അലക്സ് കുഞ്ചറിയ? എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞാൻ 1985 ഈ മേഖലയിലേക്ക് വരുന്നത്. അത് ഈ പറഞ്ഞതുപോലെ തന്നെ എങ്ങനെയാണ് അത് എത്തിപ്പെട്ടതെന്നുള്ളത് ഇപ്പോഴും ഓർക്കുന്നില്ല. എങ്കിലും പത്രമാധ്യമത്തിലൂടെയാണെന്നാണ് എൻ്റെ ഓർമ്മ. അതിൽ ഇതുപോലെ തന്നെ അന്ന് ഈ 85 80 ഹാംസ് വളരെ കുറവായിരുന്നു. ഇപ്പോൾ പോലും നമ്പേഴ്സ് കുറവാണെന്ന് നമുക്ക് പറയേണ്ടി വരുമെങ്കിലും അന്ന് വളരെ കുറവായിരുന്നു. എങ്കിലും ഇതുപോലെ കോട്ടയത്തുള്ള ഒരു ഹാം, ഒരു ഡോക്ടർ കുര്യാക്കോസ്, അങ്ങനെ ഒരു VU to TG എന്ന് പറഞ്ഞൊരു ഗുഹൻ മേനോൻ, അങ്ങനെ രണ്ടുപേരെ കുറിച്ച് അറിയാനിടയായി. തുടർന്ന് ജയൻ പറഞ്ഞതുപോലെ തന്നെ ഈ നമ്മുടെ സാധാരണ ബ്രോഡ്കാസ്റ്റിംഗ് റിസീവർ റേഡിയോ, ഈ നമ്മുടെ ശ്രീലങ്കൻ പ്രക്ഷേപണം സിലോൺ പ്രോഗ്രാമൊക്കെ കേൾക്കുന്ന അവസരത്തിൽ മലയാളം പ്രക്ഷേപണം ഉണ്ടായിരുന്നല്ലോ, അതിങ്ങനെ കേട്ട് വരുമ്പോൾ തൊട്ടടുത്തായിട്ട് തന്നെ ഇങ്ങനെ ആരൊക്കെയോ സംസാരിക്കുന്നതിൽ പോലെ കേൾക്കാനിട വന്നു. ശ്രദ്ധിച്ചപ്പോൾ മലയാളത്തിലും സംസാരിക്കുന്നുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി ഇരുന്നപ്പോഴാണ് ഇത് രണ്ട് വ്യക്തികൾ തമ്മിലാണ് സംസാരിക്കുന്നത്. പല കാര്യങ്ങളെക്കുറിച്ചും വളരെ വിജ്ഞാനപരമായ ഒരുപാട് അറിവ് കിട്ടുന്ന കാര്യങ്ങളും സംസാരിക്കുമെന്ന് മനസ്സിലാക്കുകയും അങ്ങനെയാണ് ഇത് ഹാംസ് ആണ് ഇത് സംസാരിക്കുന്നതെന്നും അതിൻ്റെ ഒരു ലൈസൻസ് ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സാം വഴി ഒരു ലൈസൻസ് സമ്പാദിച്ചാൽ എനിക്കും അതുപോലെ സംസാരിക്കാമെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ഇതിലൂടെ ഈ രംഗത്ത് വരികയും ഇപ്പോൾ കഴിഞ്ഞ ഒരു 25 വർഷമായിട്ട് വളരെ ആക്റ്റീവായിട്ട് സംസാരിക്കുക, ലോകത്തുള്ള ഒരുപാട് ആൾക്കാരോട് സംസാരിക്കാനും സൗഹൃദം സ്ഥാപിക്കാനും സാധിക്കുന്നുണ്ട്. ഈ ഇലക്ട്രോണിക്സ് രംഗത്ത് കൂടുതൽ താല്പര്യമുള്ളവർക്കാണ് കൂടുതലായിട്ട് ഇതിലോട്ട് കടന്നു വരുന്നത് അല്ലേ? ഇലക്ട്രോണിക്സ് തീർച്ചയായിട്ടും അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഇലക്ട്രോണിക്സ് അല്പം പോലും അറിയില്ലെങ്കിലും ഒരു 2-3 ആഴ്ചത്തെ ഒരു പ്രയത്നം കൊണ്ട്, ശ്രമം കൊണ്ട് നമുക്കും ഒരു ഹാമായി തീരാം. തീർച്ചയായിട്ടും ഇത് ഇലക്ട്രോണിക്സ് അറിയാവുന്നവർക്ക് മാത്രമെന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തുന്നത് ശരിയല്ല. തീർച്ചയായിട്ടും അങ്ങനെ ഏതൊരു ഭാഗത്തും ഒരു വീട്ടമ്മയ്ക്ക് പോലും അല്ലെങ്കിൽ ഏതൊരു ബിസിനസ്മാന് ആർക്ക് വേണമെങ്കിലും രംഗത്ത് വരാം. വിദ്യാർത്ഥികൾക്ക് പോലും 12 വയസ്സിന് മുകളിലോട്ട് പ്രായമുള്ള ഏതൊരാൾക്കും കടന്നു വരാവുന്ന ഒരു മേഖലയാണ്. ഇതിന് ഒരു വിദ്യാഭ്യാസ യോഗ്യതയും ആവശ്യമില്ല. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ലോക അമച്വർ റേഡിയോ ദിനത്തോടനുബന്ധിച്ചുള്ള ഈ പ്രത്യേക ഇടവേള തുടരുകയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് അമച്വർ റേഡിയോയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായി വിളിക്കേണ്ട നമ്പർ 0481272040. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുകയാണ്. ആരാണെന്ന് നോക്കാം. ഹലോ. ഹലോ, സംസാരിച്ചോളൂ. ജയൻ. യെസ് ജയൻ, ഉണ്ണി. ഉണ്ണി. എന്തുണ്ട് ഉണ്ണി? എന്തായാലും ഉണ്ണി വിളിച്ചതിൽ വളരെ സന്തോഷം. നമ്മുടെ ഒരു ഹാം സുഹൃത്ത് തന്നെയാണ്. ഉണ്ണി ചോദിച്ചോളൂ. ആയിക്കോട്ടെ. ഞാനൊരു കേട്ടോണ്ടിരിക്കുകയായിരുന്നു. റേഡിയോയിലാണോ കേൾക്കുന്നേ? റേഡിയോയിൽ കേട്ടോണ്ടിരിക്കുകയാണ്. ഓ ശരി. എത്ര നാളായി താങ്കൾ ഈ ഹാം റേഡിയോ അംഗമായി തീർന്നിട്ട്? ഞാൻ 95 ടെസ്റ്റ് പാസ്സായി. 96 എനിക്ക് ലൈസൻസ് കിട്ടിയതാണ്. ഞാൻ ഇപ്പൊ അവിടെയുള്ള ജയനും ഒക്കെ ആയിട്ട് വളരെ അടുത്ത സൗഹൃദ ബന്ധങ്ങളാണ്. ജയൻ പലതവണ എന്റെ വീട്ടിൽ വന്നിട്ട് ഇതിനെ കുറിച്ച് പഠിക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആൾക്കാരാണ്. സാറ് ഹാം റേഡിയോ ഉപയോഗിക്കുന്നത് വണ്ടിയിലാണോ വീട്ടിലാണോ, എങ്ങനെയാണ് അതിന്റെ ഒരു ക്രമീകരണം?
എന്റെ വീട്ടില് ഇപ്പം ജയൻ പറഞ്ഞ പോലെ ഹാൻഡി ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ഉണ്ട്. അത് കൂടാണ്ട് നമുക്ക് വെളിയിൽ, അതായത് ദൂരദേശങ്ങളിലേക്ക് സംസാരിക്കാൻ പറ്റിയ HF റിഗുകൾ, HF റിഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഫ്രീക്വൻസി ഉപയോഗിക്കുന്ന റിഗ് ഉപയോഗിക്കുന്നുണ്ട്. അത്രയൊക്കെയാണ് എന്റെ വീട്ടില് ഞാനിപ്പോ വർക്ക് ചെയ്യുന്നത്. ഉണ്ണിപ്പോ എവിടെയാണ്? വീട്ടിലാണോ? അതുകൊണ്ട് ഞാൻ വീട്ടിലാണ്. ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ്, ജയന്റെ പ്രോഗ്രാം കേട്ടോണ്ടിരിക്കുകയാണ്. ഉണ്ണിയെ ഞാൻ കണ്ടുപിടിച്ച ഒരു ഹാമാണ്. ഹാം ആകാൻ താല്പര്യമുള്ളവരെ SWL എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഞാനൊരു SWL ആയപ്പോൾ ഈ ഉണ്ണിയുടെ ഒക്കെ വീട്ടിൽ പോയൊക്കെ എന്റെ ബാലപാഠങ്ങളൊക്കെ പഠിപ്പിച്ചു തന്ന ഒരു സുഹൃത്താണ് ഉണ്ണി. ശരി, അപ്പൊ വളരെ സന്തോഷം സാർ നമ്മളോടൊപ്പം ചേർന്നതിന്. വളരെ സന്തോഷം, വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾക്ക് ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പർ 0481-222-0040. ലോക അമച്വർ റേഡിയോ ദിനത്തോടനുബന്ധിച്ചുള്ള ഈ പ്രത്യേക ഇടവേള തുടരും ഒരു പാട്ടിന് ശേഷം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 90.8 റേഡിയോ മീഡിയ വില്ലേജ്. അറിയാം, പറയാം, ഇമ്പമോടെ കേൾക്കാം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ലോക അമച്വർ റേഡിയോ ദിനത്തോടനുബന്ധിച്ച് റേഡിയോ മീഡിയ വില്ലേജ് അണിയിച്ചൊരുക്കുന്ന ഈ പ്രത്യേക തത്സമയ ഫോണിംഗ് പ്രോഗ്രാം ഇടവേളയിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മോടൊപ്പം ചങ്ങനാശ്ശേരി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് തോംസൺ പ്ലാസ്റ്റ് മാനേജിംഗ് പാർട്ണറും ചങ്ങനാശ്ശേരി അമച്വർ റേഡിയോ സൊസൈറ്റിയുടെ ട്രഷററുമായ ശ്രീ തോമസ് ചാക്കോ ചേരുകയാണ്. നമസ്കാരം സാർ. നമസ്കാരം സാർ. എങ്ങനെയാണ് ഈ അമച്വർ റേഡിയോ രംഗത്തോട്ട് കടന്നു വരാനുണ്ടായ ഒരു സാഹചര്യം? ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തുടങ്ങിയതാണ് എൻ്റെ റേഡിയോയോടുള്ള ഒരു താല്പര്യം. അന്ന് ആദ്യമായിട്ട് വെറും ഒരു ഹെഡ്ഫോൺ, ടെലഫോണിൻ്റെ ചെവിയിൽ വെക്കുന്ന ഭാഗമുണ്ടല്ലോ, അതും ഒരു ഡയോഡും വെച്ചിട്ട് പവർ സപ്ലൈ ഇല്ലാതെ ഒരു റേഡിയോ ഉണ്ടാക്കി. അതിൻ്റെ ഒരു തുമ്പത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ആൻറ്റന കണക്ട് ചെയ്തിട്ട് മറ്റേ വശത്ത് കൈ വെച്ചിട്ട് തൊട്ടടുത്തുള്ള റേഡിയോ സ്റ്റേഷൻ, ആലപ്പുഴ റേഡിയോ സ്റ്റേഷൻ കേട്ടു. ഭയങ്കര സന്തോഷമായി. ഒരു റേഡിയോ തനിയെ ഉണ്ടാക്കി. അതിനുശേഷം 1975 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഈ അവസരത്തിൽ അതിരൂപത മെത്രാപ്പോലീത്ത മാർ ജോസഫ് പെരുന്തോട്ടത്തെ പിതാവിനെ ഞാൻ വളരെ നന്ദിയോടെ ഓർക്കുകയാണ്. എൻ്റെ റേഡിയോയിലുള്ള താല്പര്യം അദ്ദേഹം അന്ന് കൈനഗിരി പള്ളിയിലെ കൊച്ചച്ഛനായിട്ടിരിക്കുന്ന സമയമാണ്. താല്പര്യം കണ്ടിട്ട്, അത് ഞാൻ കുർബാനയ്ക്ക് കൂടുന്ന സമയമാണ്, അദ്ദേഹം എൻ്റെ താല്പര്യം കണ്ടിട്ട് എനിക്കൊരു 75 രൂപ തന്നു. ആ 75 രൂപ വെച്ചിട്ട് പുള്ളിയുടെ തന്നെ അക്കൗണ്ട് ബുക്കിൻ്റെ ഒരു ഹാർഡ് ബോർഡ് PCBക്ക് പകരം പല തോളകളൊക്കെ ഇട്ടിട്ട് സാധനങ്ങൾ ആലപ്പുഴ പോയി വാങ്ങി. അന്ന് ആലപ്പുഴയിൽ ഒരു പട്ടറുടെ ഒരു ഇലക്ട്രോണിക് ഷോപ്പ് മാത്രം, അവിടെ പോയി സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് വന്നിട്ട് അതിൽ കണക്ട് ചെയ്ത് അവസാനം ഒരു ചെറിയ നേരിയ സൗണ്ടേ കേട്ടുള്ളൂ. കൊച്ചച്ഛനെ വിളിച്ചു, അതായത് പെരുന്തോട്ടത്തെ പിതാവിനെ വിളിച്ചു, കേൾക്കാൻ പറഞ്ഞു. പുള്ളിക്കാരൻ വന്നിട്ട് ചെവി വളരെ ചേർത്ത് വെച്ചിട്ട് വളരെ നേരിയ സൗണ്ടേ കേൾക്കാൻ പറ്റുള്ളെങ്കിലും എൻ്റെ റേഡിയോ വളരെ ഭംഗിയായിട്ട് കേട്ട് പുള്ളിയുടെ ആ 75 രൂപ തന്നതിൽ നിന്നു. പിന്നീട് ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്ത കേന്ദ്രത്തിൽ തന്നെ എനിക്കൊരു ജോലി കിട്ടി. ജോലി കിട്ടിയപ്പോൾ അന്ന് മലയാള മനോരമയിൽ ഒരു ആർട്ടിക്കിൾ വായിച്ചു ഹാം റേഡിയോയെ പറ്റിയിട്ട്. അത് വായിച്ചത് നിന്നും എനിക്ക് ഹാം ആകാനുള്ളൊരു താല്പര്യം തോന്നി. പിന്നീട് ഈ എനിക്ക് മുൻപ് പറഞ്ഞിരുന്ന ജയനൊക്കെ പറഞ്ഞതുപോലെ റേഡിയോ ട്യൂൺ ചെയ്ത് വെച്ചിട്ട് റേഡിയോയുടെ ഹാംസ് സംസാരിക്കുന്ന ചില സ്ഥലങ്ങളിൽ കേൾക്കാൻ പറ്റും, മോണിറ്റർ ചെയ്യാൻ തുടങ്ങി. പിന്നെ വീണ്ടും ഞാൻ അരമനയിൽ നിന്ന് ജോലി കഴിഞ്ഞിട്ട് സൗദി അറേബ്യ പോകേണ്ട ഒരാവശ്യമുണ്ടായി ജോലിക്ക് പോയി. അവിടുന്ന് തിരിച്ച് വന്നതിന് ശേഷം ബാംഗ്ലൂരിൽ വെച്ചാണ് എനിക്കൊരു ഹാം ആകാനുള്ള അവസരം കിട്ടിയത്. അവിടെ ചേർന്ന് പഠിച്ചു. 1995 ഞാൻ ഹാമായി ലൈസൻസ് എടുത്തു. അന്ന് പോലെ ഞാനൊരു ഹാമായിട്ട് പ്രവർത്തിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. ഞാൻ ആദ്യമായിട്ട് സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ റേഡിയോ മീഡിയ വില്ലേജിനും ഞങ്ങൾക്കിങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിനും വളരെ നന്ദിയുണ്ട്. നമുക്ക് ഈ FM സ്റ്റേഷൻ ദൂരസ്ഥലങ്ങളിൽ, വളരെ ദൂരസ്ഥലങ്ങളിൽ, കിട്ടാത്ത സ്ഥലങ്ങളിൽ, വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്കൊരു ചെറിയ ആൻറ്റന ഉണ്ടാക്കി അവിടെ നല്ല രീതിയിൽ കേൾക്കത്തക്ക രീതിയിൽ നമുക്കൊരു ആൻറ്റന വർക്ക്ഷോപ്പ്. ഞാനിപ്പോ അതേക്കുറിച്ച് സംസാരിക്കാൻ വരികയായിരുന്നു. ഇപ്പൊ പല ശ്രോതാക്കളും പരാതി പറയുന്നുണ്ട് 90.8 റേഡിയോ മീഡിയ വില്ലേജ് ദൂരസ്ഥലങ്ങളിൽ കിട്ടാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നുള്ളത്. ഇപ്പൊ അങ്ങ് അത് പറഞ്ഞപ്പോൾ അത് വളരെ നല്ലൊരു കാര്യം. എനിക്ക് തോന്നുന്നു ഈ ഹാം റേഡിയോ സൊസൈറ്റിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ കാര്യമായിരിക്കും. ദൂരസ്ഥലങ്ങളിൽ നമ്മുടെ റേഡിയോ നന്നായിട്ട് കിട്ടാത്ത ശ്രോതാക്കൾക്ക് എങ്ങനെ ഇത് നല്ലവണ്ണം സ്വീകരിക്കാമെന്നുള്ളതിനെ കുറിച്ച്, ആന്റിന ഫിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുന്നതിനെ കുറിച്ചാണ് അങ്ങ് ഇപ്പോൾ സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കത് ഇവിടെ ചെയ്യാൻ പറ്റും. ഒരു വർക്ക്ഷോപ്പ് ഇവിടെ സംഘടിപ്പിച്ച് ഏകദേശം ഒരു 100 അല്ല 150 രൂപയിൽ കൂടുതൽ എക്സ്പെൻസ് വരുന്നില്ല. ഇവിടെ നമുക്ക് വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കാം. അവരെ മറ്റുള്ളവരെ കാണിച്ചു കൊടുത്ത് ദൂര സ്ഥലങ്ങളിലുള്ളവർക്കും വളരെ ഈസി ആയിട്ട് ക്ലിയർ ആയിട്ടും വളരെയധികം ചാനലുകൾ
ഉള്ള ചാനലുകളും വളരെയധികം ക്ലിയർ ആയിട്ട് കേൾക്കുന്ന രീതിയിലുള്ള സംവിധാനം നമുക്ക് ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. സാർ, ഇതിന്റെ അകത്ത് ഒരുപാട് കോഡുകളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. എങ്ങനെയാണ് അതിന്റെ ഒരു ജനറൽ ആയിട്ട് നമ്മളിപ്പോ ഒരു ഞങ്ങളുടെ വയർലെസ് സെറ്റിൽ കൂടെ CQ ദിസ് ഈസ് VO3 ടാങ്കോ ചാർലി ആൽഫ കോളിംഗ് ആൻഡ് ലിസണിങ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഗ്യാപ്പ് കൊടുക്കുമ്പം ഒരുപക്ഷെ ഇവിടെയല്ല എവിടെ പോയാലും ആരെങ്കിലും നമുക്ക് ഉടനെ ഒരു റിപ്ലൈ തരും. ആരെങ്കിലും ഉണ്ടാവും നമുക്കൊരു ബന്ധപ്പെടാനായിട്ടുള്ള ഈ ലൈനിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ അത് റെസ്പോണ്ട് ചെയ്യും. അന്ന് മുതൽ അവരുമായിട്ട് വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയിരിക്കും. അങ്ങനെയാണ് പുതിയ ഹാം ഫ്രണ്ട്സിനെ ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഇതിലെ മറ്റൊരു പ്രത്യേകത, സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിലുള്ള പല പ്രഗത്ഭരും ഈ ഹാം ശ്രേണിയിൽ അംഗങ്ങളാണ് എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ സിനിമാ താരം സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി നമ്മുടെ ഹാം റേഡിയോയുടെ ഒരു മെമ്പറാണ്. അതെ അല്ലേ? നമുക്ക് അദ്ദേഹമായിട്ടൊന്ന് സംസാരിച്ചു നോക്കിയാലോ? നമുക്ക് അദ്ദേഹത്തെ വിളിച്ചു നോക്കാം. തീർച്ചയായിട്ടും വിളിക്കാം. തീർച്ചയായിട്ടും. ഹലോ, നമസ്കാരം സാർ. ഇത് റേഡിയോ മീഡിയ വില്ലേജിൽ നിന്നാണ്, ചങ്ങനാശ്ശേരി, കോട്ടയം ജില്ലയിലെ ആദ്യത്തെ FM റേഡിയോ സ്റ്റേഷൻ. ഹലോ സാർ. സാർ, ഇന്ന് ലോക അമച്ചർ റേഡിയോ ഡേ ആണ്. അങ്ങൊരു റേഡിയോയുടെ ആരാധകനും ഹാം ഉപയോഗിക്കുന്ന പ്രമുഖരായ വ്യക്തികളിൽ ഒരാളുമാണ്. അപ്പോ ഹാം റേഡിയോ പുതിയ എക്യുപ്മെന്റും കാര്യങ്ങളും വന്നതുകൊണ്ട് ഹാം റേഡിയോയുടെ പ്രചാരം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ കുറച്ച് ഉപയോഗിക്കാറുള്ളൂ. പിന്നെ അന്നത്തെ കാലത്ത് ഈ മറ്റു വയർലെസ് സംവിധാനങ്ങൾ, ഈ മൊബൈൽ ഫോണുകളൊക്കെ വരുന്നതിന് മുമ്പ് ഒരുപാട് സുഹൃത്തുക്കളും സൗഹൃദങ്ങളും ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സന്ദേശങ്ങളും അതുപോലെ പ്രയോജനപ്രദമായ ഒരുപാട് പ്രചാരങ്ങൾ നടത്തുവാൻ തീർച്ചയായും ഈ ഹാം റേഡിയോ പ്രയോജനപ്പെട്ടിരുന്നു. അന്ന് പക്ഷേ ഇന്നത്തെ വയർലെസ് സംവിധാനങ്ങൾ നല്ല കാര്യങ്ങൾക്ക് മാത്രമല്ല ഉപയോഗിക്കുന്നത് നമുക്കറിയാമല്ലോ. അന്ന് പക്ഷെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ആളുകളെയും ഒരുപാട് സുഹൃത്തുക്കളെയും പരിചയപ്പെടാനും ഒരുപാട് നമ്മുടെ അറിവിന്റെ മേഖലകൾ വർദ്ധിപ്പിക്കാനും തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വലിയ സത്യമാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള പ്രയോജനപ്രദമായ കാര്യങ്ങളും സാമൂഹികവും സാംസ്കാരികവും ശാസ്ത്രീയവുമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് പ്രയോജനപ്പെടുത്താൻ സാധിക്കുമായിരുന്നു അന്ന്. ഇന്നിപ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. എങ്കിലും ആ ഒരു ദിശയിലേക്ക് ഇതിന്റെ പ്രവർത്തനങ്ങൾ തിരിച്ചുവിട്ടാൽ നമ്മുടെ സമൂഹത്തിനും നമ്മുടെ രാജ്യത്തിനും എല്ലാം വളരെ പ്രയോജനപ്രദമാക്കാവുന്ന ഒരു വാർത്താവിനിമയ സംവിധാനമാണ് ഹാം റേഡിയോ. ഹലോ സാർ, താങ്ക് യു വെരി മച്ച്. അപ്പം ഹാം റേഡിയോയെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് ജോയിൻ ചെയ്തത്. ഇപ്പോ ഈ പ്രഗത്ഭരുടെ പട്ടിക എടുത്ത് നോക്കുമ്പോൾ കാരിത്താസ് മാത തുടങ്ങിയ ആശുപത്രികളിൽ ന്യൂറോ സർജനായിട്ട് സേവനം അനുഷ്ഠിക്കുന്ന ഡോക്ടർ ജയകുമാർ, അദ്ദേഹം ഇപ്പോൾ തത്സമയം നമ്മോടൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തെ കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? ഈ ഹാം റേഡിയോയുടെ അദ്ദേഹം ഒരു ഡോക്ടർ ആണെങ്കിൽ പോലും ഞങ്ങളെക്കാളും വളരെ തീഷ്ണതയോടെയാണ് ഓരോ സാധനങ്ങൾ, അതായത് ട്രാൻസ്മിറ്റർ സ്വന്തമായിട്ട് ഉണ്ടാക്കുക, അതുപോലെ ഹാം ആക്ടിവിറ്റീസിന് വളരെയധികം താല്പര്യത്തോടെ. ഒരു ഹാം എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം, ഞാനൊരു ഹാം ആണെന്ന് പറഞ്ഞാൽ തന്നെ അദ്ദേഹം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പ്രിഫറൻസ് തരികയും വേണ്ട സഹായങ്ങൾ മെഡിക്കലിയും അല്ലാതെ വേണമെങ്കിൽ ഇലക്ട്രോണിക്കൽ പോലും ആ പുള്ളിക്ക് ഗൈഡൻസ് തരാൻ കഴിയും. അത്ര വലിയ കഴിവാണ് ആ പുള്ളിക്ക്. ഹലോ സാർ. ഹലോ സാർ, നമസ്കാരം. റേഡിയോ മീഡിയ വില്ലേജിന്റെ ഇടവേളയിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. എങ്ങനെയാണ് ഈ ഹാം റേഡിയോ പ്രസ്ഥാനവുമായിട്ട് സഹകരിക്കാനും കടന്നു വരാനും ഇടയായത്? അതെ, ഞാൻ കുട്ടിക്കാലം തൊട്ട് എനിക്ക് ഇലക്ട്രോണിക്സ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അന്ന് ചെറിയ ചെറിയ പ്രോജക്റ്റ് ചെയ്യുമായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ 50കളിൽ. അത് കഴിഞ്ഞ് മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്ത് തിരുവനന്തപുരത്ത് ചേർന്ന് കഴിഞ്ഞപ്പോഴേ അവിടെ വെച്ച് റേഡിയോ കൂടെ AM സ്റ്റേഷൻ മാതിരി ഭയങ്കര ശക്തിയിൽ കുറെ പേര് സംസാരിക്കുന്ന കേട്ടു. കോട്ടയത്തുകാരനായ മരിച്ചുപോയ ഭുവൻ മേനോൻ സാറ്, പിന്നെ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഇപ്പോഴത്തേയും ജീവിച്ചിരിപ്പുണ്ട് ജയൻ സാറ്, അങ്ങനെയുള്ള കുറെ പേരായിരുന്നു. അപ്പൊ അതുപോലെ ഒരു ട്രാൻസ്മിറ്റർ ഉണ്ടാക്കി ഞാനും അതൊക്കെ അവരുമായിട്ട് സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ ജയൻ സാർ പറഞ്ഞു ലൈസൻസ് വേണമെന്ന്. അങ്ങനെ ഒരു നമ്പർ തന്നു. അങ്ങനെ അപ്പൊ തന്നെ ഞാൻ ഡിസ്മാൻഡിൽ ചെയ്തു ട്രാൻസ്മിറ്റർ. തെറ്റാണെന്നുള്ളത് മനസ്സിലായത്. പിന്നെ അദ്ദേഹമായിട്ട് കോണ്ടാക്ട് വന്നു കഴിഞ്ഞപ്പോൾ ഹാം റേഡിയോയായിട്ട് വളരെ അടുത്തു. പക്ഷെ ഞങ്ങളുടെ പഠിത്തം എന്ന് പറഞ്ഞിട്ട് ഈ കടുപ്പാണ്. ഞാൻ MS MCH ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ലൈസൻസ് എടുത്തത്. അതുവരെ വളരെ ആക്റ്റീവ് ആയിരുന്നു ലിസണറിന് ആയാലും ഇതിനകത്തുള്ള സംരംഭങ്ങളിലൊക്കെ. ലൈസൻസ് എടുത്തതിന് ശേഷമാണ്. ഞങ്ങളുടെ 10-30 വർഷത്തോളമായിട്ട് ഞാൻ ഹാം റേഡിയോയില് വളരെ ആക്റ്റീവ് മെമ്പറായിട്ട്, അതായത് ഒരിക്കലും മാറി നിൽക്കാത്ത ഒരു മെമ്പറായിട്ട് നോക്കുന്നു.
ഇത് ഏറ്റവും കൂടുതൽ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഹലോ സാർ കേൾക്കുന്നുണ്ട് സാർ. കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള വെച്ചാല് ഞങ്ങൾ ഡോക്ടർമാര് സാധാരണ ഒരു സങ്കുചിതമായ സമൂഹത്തിലേക്ക് ഒതുങ്ങിക്കൂടേണ്ടി വരാൻ നിർബന്ധിതരായിരിക്കുന്ന ഒരാൾക്കാരാണ്. പക്ഷെ കാരണം വെച്ചാൽ ഞങ്ങളുടെ ജോലി അതേമാതിരി ആയതുകൊണ്ട്. പക്ഷെ ഹാം റേഡിയോ ഉണ്ടായിരുന്ന കാരണം എനിക്ക് ജീവിതത്തിന്റെ എല്ലാ തുറകളിൽ നിന്നുമുള്ള ആൾക്കാർ, വിദേശത്തും ആണെങ്കിലും ഇവിടെ ആണെങ്കിലും, കിങ് ഹുസൈൻ ജോർദാനുമായിട്ട് സ്ഥിരമായി ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം വളരെ അടുത്തൊരു സുഹൃത്തെന്ന നിലയിൽ പെരുമാറിയിരുന്നു. അതേപോലെ തന്നെ ഒമാനിലെ രാജാവ് രാജീവ് ഗാന്ധി, V2RG, അവരൊക്കെ ആയിട്ട് ആ കാലഘട്ടത്തിൽ സംഭാഷണം ഏർപ്പെടുത്താൻ പറ്റുമായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷം ഉണ്ടായത് ഓരോ നാച്ചുറൽ കലാമിറ്റീസിൽ, റെയിൽവേ ആക്സിഡൻസ്, അതിലൊക്കെ ആ കാലഘട്ടത്തിൽ ഒരുപാട് സമൂഹത്തിന് സഹായം ചെയ്യാൻ കൊടുക്കുകയും കുവൈറ്റ് വാറാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഹാം റേഡിയോ ലൈസൻസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നതിന് ഞാൻ രാജ്യത്തിന് തിരിച്ചു കൊടുത്തത്. ഇതുകൊണ്ട് നമുക്ക് മാത്രമല്ല ഗുണം, തിരിച്ചു കൊടുക്കണം. സമൂഹത്തിൽ എപ്പോഴും എല്ലാ വ്യക്തികളും അങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ്. നമുക്ക് സമൂഹം എന്ത് തരുന്നു എന്നല്ല, അങ്ങോട്ട് കൊടുക്കുന്ന എത്ര എന്നുള്ളതാണ്. അതിൽ ഏറ്റവും കൂടുതൽ ആ കാലഘട്ടമാണ്. കാരണം അന്ന് കുവൈറ്റിൽ നിന്നുള്ള ഒരു റേഡിയോ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ അവിടുന്ന് വരുന്ന ആൾക്കാർ ഞങ്ങളോട് വന്ന് കാര്യങ്ങൾ പറയുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് പോകേണ്ടത് എന്നുള്ളത് പിന്നീട് അവിടുന്ന് രക്ഷപ്പെടുന്ന ആൾക്കാർക്ക്, അമ്മാൻ വഴി പോകുന്നതും മറ്റെല്ലാം, അത് ഈ രക്ഷപ്പെട്ട് ഇന്ത്യയിൽ എത്തുന്നവർ നമ്മളെ വന്ന് കാണും. അങ്ങനെയുള്ള കണ്ടീഷനിലാണ് വിടുന്നത് അവിടുന്ന് ആൾക്കാർ. അപ്പൊ പിന്നെ അവിടുന്ന് പോയിക്കഴിഞ്ഞാൽ എറിഞ്ഞ കല്ല് പോലാണ്, ആർക്കും ഒന്നും അറിയില്ല. പക്ഷെ അവർക്ക് തിരിച്ച് ഈ ഇൻഫർമേഷൻ കൊടുക്കാനും പൈസ ഒരുപാട് കയ്യിൽ നിന്ന് പോയി. കാരണം വെച്ചാൽ ഫോൺ കോളുകളൊക്കെ ഒരുപാട് വേണ്ടി വന്നിരുന്നു. പക്ഷെ അത് വളരെ സന്തോഷം ഉണ്ടാക്കിയ ഒരു സ്ഥിതിയാണ്. അതിലെ ഹാം റേഡിയോ ഇന്നും എല്ലാ സ്ഥലങ്ങളിലും ലോകത്തെമ്പാടും സമൂഹത്തിന് ഇങ്ങനത്തെ പ്രശ്നം വരുമ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് പല സുഹൃത്തുക്കളും ചോദിച്ചിട്ടുണ്ട്, ഈ മൊബൈൽ ഫോണും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എന്തിനാ ഹാം റേഡിയോ എന്ന്. പക്ഷെ ഒരു വസ്തുത മനസ്സിലാക്കണം, ബോംബെയിലെ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് മൊബൈൽ ഫോൺസ് മുഴുവൻ നിശ്ചലമായി. 2 രീതിയിലാണ് നിശ്ചലമാകുന്നത്. ഒന്ന്, 6 മണിക്കൂർ നേരത്തേക്ക് വിദ്യുച്ഛക്തി ഇല്ലെങ്കിൽ അതിന്റെ ബാറ്ററിയൊക്കെ പോയി കഴിയുമ്പോൾ ടവറെല്ലാം പോകും. രണ്ടാമത്തേത്, ആൾക്കാർ വിളിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് സാച്ചുറേറ്റഡ് ആവും. ഒരു കാരണവശാലും ഉപയോഗപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റാതെ പോകും. ആ സ്ഥിതിയായിരുന്നു അവിടെ. പിന്നെ ഇപ്പോഴാണെങ്കിൽ അമേരിക്കയിലെ ന്യൂയോർക്കിന്റെ അടുത്ത് വന്ന കൊടുങ്കാറ്റ് സമയത്തും അവിടെയൊക്കെ പിന്നെ എർത്ത് വരുന്ന സമയത്ത് ആദ്യം വീഴുന്ന ടവേഴ്സാണ്. അപ്പൊ തീർച്ചയായിട്ടും അതൊന്നും അല്ല, ആവശ്യം വരുന്ന സമയത്ത് ഹാം റേഡിയോ പോലുള്ള പാരലൽ കമ്മ്യൂണിക്കേഷൻ സർവീസ്, പോലീസിനും പട്ടാളത്തിനും വയർലെസ് ഉണ്ട്. പക്ഷെ അവരുടെ കമ്മ്യൂണിക്കേഷൻ തന്നെ കൈകാര്യം ചെയ്യാൻ ആ സമയത്ത് ഉപയോഗപ്രദമാവില്ല. അപ്പോഴേ ഭരണാധികാരിക്ക് എല്ലാ സ്ഥലങ്ങളിലും ഉപയോഗപ്രദമായി കണ്ടിട്ടുണ്ട്. സാറിന് നമ്മുടെ ഈ തത്സമയ പരിപാടിയിൽ ഇവിടെ പങ്കെടുക്കാൻ ഇരുന്നതാണല്ലേ സാർ? അതെ, എനിക്ക് എന്റെ ജോലി തിരക്കിന്റെ പ്രശ്നം കൊണ്ടാണ്, ക്ഷമിക്കണം. തീർച്ചയായിട്ടും എന്തായാലും ഈ തത്സമയ ഫോണിംഗ് പരിപാടിയിലൂടെ അങ്ങ് ഇതിൽ പങ്കെടുത്തതിൽ വളരെയധികം സന്തോഷം, വളരെയധികം നന്ദി ഈ പരിപാടിയിൽ പങ്കെടുത്തതിന്. അപ്പോൾ ഡോക്ടർ ജയകുമാറാണ് ഇപ്പോൾ തത്സമയം നമ്മോടൊപ്പം പങ്കെടുത്തത്. ഇപ്പോൾ സ്റ്റുഡിയോയിൽ നമ്മോടൊപ്പം ശ്രീ ON രാജു, അദ്ദേഹം ഇടുക്കി ഹാംസ് എമർജൻസി കമ്മ്യൂണിക്കേഷൻ സൊസൈറ്റിയുടെ പ്രസിഡന്റാണ്. സാർ, എന്താണ് ഈ എമർജൻസി സിറ്റുവേഷനിൽ ഈ ഹാം റേഡിയോയുടെ ഒരു പ്രസക്തി എന്താണ് അങ്ങയുടെ അനുഭവത്തിൽ? ഇപ്പൊ ഡോക്ടർ ജയകുമാർ പറഞ്ഞതുപോലെ ഒരു എമർജൻസി, അതായത് ദൂരവ്യാപകമായ ഫലം ഉളവാക്കുന്ന തരത്തിലുള്ള ഒരു അപകടം, അല്ലെങ്കിൽ ഭൂമി കുലുക്കം, വെള്ളപ്പൊക്കം, കൊടുങ്കാറ്റ്, അതുപോലുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ഇപ്പോൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ വാർത്താവിനിമയ ഉപാധികളും തകരാറിലാകുന്ന സന്ദർഭമായി. അങ്ങനെ വരുമ്പോൾ 1-to-1 കമ്മ്യൂണിക്കേഷൻ, ഒരു ഉപകരണത്തിൽ നിന്ന് അടുത്ത ഉപകരണത്തിലേക്ക് നേരിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാനും വിവരങ്ങൾ കൈകാര്യം ചെയ്യാനും പറ്റുന്ന വിധത്തിലുള്ള സംവിധാനം ഒരുക്കുന്ന ഒരു രീതിയാണ് ഹാം റേഡിയോ ഓപ്പറേറ്റർമാർക്കുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ധാരാളം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്, വിദേശത്തുണ്ടായിട്ടുണ്ട്. അതായത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഭോപ്പാൽ ഗ്യാസ് ദുരന്തത്തിൽ, മോർബി അണക്കെട്ട് പൊട്ടിയപ്പോൾ, ഗുജറാത്ത് ഭൂകമ്പത്തിൽ, ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ സുനാമി അടിച്ചപ്പോൾ, അതുപോലെ ഈ അടുത്തിടയ്ക്ക് ഇടുക്കി ജില്ലയിൽ ഇലക്ഷൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോലും ഹാം റേഡിയോ ഉപയോഗിക്കുകയുണ്ടായി. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നാർ പഞ്ചായത്തിൻ്റെ ഒരു വാർഡ് മാത്രമായിരുന്നു ഇടമലക്കുടി എന്ന് പറയുന്ന ഏതാണ്ട് 106 ചതുരശ്ര മൈൽ വിസ്തീർണമുള്ള ഒരു
മേഖല ഇടമലക്കുടി ഗ്രാമപഞ്ചായത്തായിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ പട്ടികവർഗ ഗ്രാമപഞ്ചായത്തായിട്ട് രൂപീകരിച്ചപ്പോൾ അവിടെ പുതിയ പോളിംഗ് സ്റ്റേഷനുകൾ രൂപീകരിക്കുന്നതിനും അവിടെ ഇലക്ഷൻ നടത്തുന്നതിനും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വാർത്താവിനിമയം നടത്തി കൊടുക്കേണ്ട പോലീസിന്റെ ഉപകരണങ്ങൾക്ക് അത്ര ശേഷി പോരാ എന്ന് ബോധ്യം വന്നപ്പോൾ ഹാം റേഡിയോ ഓപ്പറേറ്റർമാരായിരുന്നു 5 ദിവസത്തെ പ്രവർത്തനം 2010 ഒക്ടോബറിൽ നടന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹാം റേഡിയോ ഓപ്പറേറ്റർമാരെ ഒരു ഇലക്ഷന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഈ ഇടുക്കി ജില്ലയിൽ കേരളം മൊത്തത്തിൽ കവർ ചെയ്യുന്ന അതിശക്തമായിട്ടുള്ള ഒരു വയർലെസ് റിപ്പീറ്റർ സ്റ്റേഷൻ വെച്ചിട്ടുണ്ട്. അതുപയോഗിച്ച് ഏത് സന്ദർഭത്തിലും ഏത് സാഹചര്യത്തിലും വേണ്ട കമ്മ്യൂണിക്കേഷൻ നടത്തി കൊടുക്കാനായിട്ട് ഇപ്പോഴത്തെ സന്ദർഭത്തിൽ ഹാം റേഡിയോ ഓപ്പറേറ്റർമാർക്ക് കഴിയുന്ന വിധത്തിൽ ഉപകരണങ്ങൾ നിലവിൽ വന്നിരിക്കുന്നു. അതാണ് എനിക്ക് അതേക്കുറിച്ച് പറയാനുള്ളത്. വളരെ സന്തോഷം. ലോക അമച്വർ റേഡിയോ ദിനത്തോടനുബന്ധിച്ച് റേഡിയോ മീഡിയ വില്ലേജ് സംഘടിപ്പിച്ച ഈ പ്രത്യേക ഇടവേളയിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങളെല്ലാം ഇവിടെ എത്തിച്ചേർന്നതിൽ വളരെയധികം സന്തോഷം. ഇടവേളയ്ക്ക് അനുവദിച്ച സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ പരിപാടി പൂർത്തിയാവുന്നതിന് മുൻപേ ഒരു കാര്യം എനിക്ക് ജയൻ സാറിനോട് ചോദിക്കാനുള്ളത്. സാർ, ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് അമച്വർ റേഡിയോ എന്താണെന്നും എന്താണ് ഹാം റേഡിയോ എന്താണെന്നുള്ള ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. ഇതേക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും ഒപ്പം ഇതിൽ അംഗങ്ങളാകുന്നതിനും ഇത് സ്വന്തമായിട്ട് ഹാമായിട്ട് മാറുന്നതിനുമൊക്കെ നമ്മുടെ ആൾക്കാർക്ക് സാധിക്കുമോ? എന്താണ് അതേക്കുറിച്ച് പറയാനുള്ളത്? ഇത് ഒരു ഹോബി എന്നുള്ള നിലയ്ക്കാണെങ്കിലും ഇതിനൊരു ചെറിയൊരു ലൈസൻസ് വേണം. അപ്പോൾ ഇതിനു വേണ്ടി 2 നിസ്സാര പരീക്ഷ, ഒന്ന് ഇലക്ട്രോണിക്സ് തിയറി ആൻഡ് പ്രാക്ടീസ്, റേഡിയോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. വളരെ നിസ്സാരമായിട്ടുള്ള, ഇപ്പോൾ ഇലക്ട്രോണിക്സ് എന്ന് കേൾക്കുമ്പോൾ അതിലൊരു ബാക്ക്ഗ്രൗണ്ടോ ഒന്നും ആവശ്യമില്ല. കാരണം എൻ്റെ സബ്ജക്റ്റ്, എനിക്കൊരു ഇലക്ട്രോണിക്സിൽ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത, ഞാനൊരു സുവോളജി അധ്യാപകനാണ്. ഞാനൊരു MSc സുവോളജി ഹയർ സെക്കൻഡറി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രോണിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഇലക്ട്രോണിക്സ് അറിയണമെന്നും പറഞ്ഞ് മാറിയിരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ അതിനൊരു എക്സാമ്പിളാണ്. അപ്പോൾ നിസ്സാരം ഒരു പരീക്ഷ എഴുതിയാൽ നമുക്ക് പാസ്സാവുന്ന ഒരു ടെസ്റ്റേ ഉള്ളൂ. 12 വയസ്സും താല്പര്യവും മാത്രം മതി. അപ്പൊ അങ്ങനെ ഉള്ള ആൾക്കാരെ, ഈ റേഡിയോ പ്രക്ഷേപണത്തോട് താല്പര്യമുള്ള ആൾക്കാരെ സഹായിക്കാൻ തീർച്ചയായിട്ടും ഈ ചങ്ങനാശ്ശേരി അമച്വർ റേഡിയോ സൊസൈറ്റി എപ്പോഴും പ്രതിജ്ഞാബദ്ധമാണ്, തയ്യാറാണ് അല്ലേ? തയ്യാറാണ്. അപ്പോൾ അവരെ എവിടെയാ കോൺടാക്ട് ചെയ്യേണ്ടത്, ആരെയാ ഇതുമായിട്ട് ബന്ധപ്പെടേണ്ടത്? അതിപ്പോൾ ഞങ്ങളുടെ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെടണം. ഞങ്ങൾക്ക് അവർക്ക് വേണ്ട എല്ലാ ഗൈഡൻസും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. അലക്സ് അതിൽ വേണ്ട നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഫോൺ നമ്പർ 9446124238. ഒരിക്കൽ കൂടി പറയാം, 994461242238. എന്താണ് ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുന്നായിട്ട് ശ്രോതാക്കളോട് പറയാനുള്ളത്? ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇത് കേവലം ഒരു ഹോബി എന്ന് പറഞ്ഞ് നമ്മൾ കളയരുത്. ഒരു സമൂഹത്തിന് പ്രയോജനം ചെയ്യാവുന്ന ഒരു മാർഗം കൂടിയാണ് ഈ വിനോദം. ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ വരുമ്പോൾ ഈ വിനോദം ഒരു ഗവൺമെന്റിനെ സഹായിക്കാനുള്ള ഒരു മീഡിയ ആയിട്ട് മാറുന്നു. അപ്പോൾ കൂടുതൽ കുട്ടികൾ, ഈ യങ്ങർ ജനറേഷൻ ഇതിലോട്ട് വന്നാൽ മാത്രമേ ഇതുകൊണ്ടുള്ള ഒരു നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രകൃതി ദുരന്തങ്ങൾ വരാതിരിക്കട്ടെ, പക്ഷെ വന്നാൽ നമുക്ക് ഒരു സെക്കൻഡ് ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ വേണം. ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ അവിടെ ഏറ്റവും അത്യാവശ്യം കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ എല്ലാ കമ്മ്യൂണിക്കേഷനും ഗവൺമെന്റിന് ചെയ്യാൻ പറ്റത്തില്ല. ഒരു സെക്കൻഡ് ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ വേണം. സെൽഫ് ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ വേണം. അതിന് ഹാംസേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് കൂടുതൽ ആൾക്കാർ ഇതിലോട്ട് അട്രാക്റ്റഡ് ആയിട്ട് ഈ ഹോബി ടേക്കപ്പ് ചെയ്യണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ലോക അമച്വർ റേഡിയോ ദിനത്തോടനുബന്ധിച്ച് ചങ്ങനാശ്ശേരി അമച്വർ റേഡിയോ സൊസൈറ്റിയുടെ സഹകരണത്തോടെ റേഡിയോ മീഡിയ വില്ലേജ് പ്രക്ഷേപണം ചെയ്ത ഈ പ്രത്യേക ഇടവേള ഇവിടെ പൂർണ്ണമാകും.